എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് 31ാമത്തെ പേജിൽ ഉള്ളതിൽ 4ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ സജസ്റ്റ്? വാട്ട് ഡസ് എന്താകുന്നു ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ, റിപ്പീറ്റേഷൻ ആവർത്തനം ഓഫ് ദ ലൈൻ, ആ ഒരു ലൈൻ ഏതാണ്? ആ ലൈൻ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്ന് പറയുന്നത് ഒരു മഹത്വമുള്ള വ്യക്തിയാണ്. സജസ്റ്റ് എന്താണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താണ്? മാർക്ക് ആന്റണി യൂസസ് ദ റിപ്പീറ്റഡ് ഫ്രേസ്, അതായത് മാർക്ക് ആന്റണി തുടർച്ചയായിട്ട് ആ ഫ്രേസ് അല്ലെങ്കിൽ ആ പദം ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഒരു ഓണറബിൾ മനുഷ്യനാണെന്ന്. ആസ് എ ക്ലവർ റിട്രോറിക്കൽ ഡിവൈസ്, അദ്ദേഹം ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള റിട്ടോറിക്കൽ ഡിവൈസ്, അതായത് ഒരു ഭാഷയിലെ ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഒരു ശൈലിയായിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അത് എന്താണ്? ഈ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ഡിവൈസ് ഇൻ ഹിസ് സ്പീച്ച്, അവന്റെ പ്രസംഗത്തിൽ അവൻ ഒരു ഭാഷാ ശൈലിയായിട്ടാണ് എന്താണ് ഈ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നത്. ഇൻക്രീസിംഗ്ലി അത് ഓരോ പ്രാവശ്യവും പറയുമ്പോഴും അയറോണിക്, നേരെ വിപരീത അർത്ഥമാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സബ്സ്റ്റലി അല്ലെങ്കിൽ ഫൈനലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സബ്സ്റ്റലി സജസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സജഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ബ്രൂട്ടസ് ഈസ് നോട്ട് ഓണറബിൾ അറ്റ് ഓൾ, ബ്രൂട്ടസ് ഓണറബിൾ, ഒട്ടും മഹത്വമുള്ളവനല്ല, നല്ലവനല്ല എന്ന് മനസ്സിലാവുകയാണ് സബ്സ്റ്റലി. ഓക്കെ, ത്രൂ ദിസ് സ്മാർട്ട് യൂസ്, ഇത്രയും മനോഹരമായിട്ടുള്ള ആ ഉപയോഗത്തോ ഓഫ് അയറണി ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് ചെയ്തത്? അയറണി ആൻഡ് എമോഷണൽ അപ്പീൽ, അതുപോലെ തന്നെ വൈകാരികമായിട്ട് ജനങ്ങളിലേക്കുള്ള ആ ഒരു അപ്പീൽ കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊണ്ട് ആന്റണി എന്ത് ചെയ്യുന്നു? ആന്റണി കാസ്റ്റ് ഡൗട്ട് ഓൺ ദ കോൺസ്പിറേറ്റേഴ്സ് മൂവ്സ്, അതായത് ആന്റണി എന്ത് ചെയ്യുന്നു? കാസ്റ്റ് അതായത് വിതയ്ക്കുന്നു, ഡൗട്ട് സംശയം, ഓൺ ദ കോൺസ്പിറേറ്റേഴ്സ് അതായത് ഗൂഢാലോചകരുടെ മോട്ടീവ് ലക്ഷ്യത്തിന് സംശയം ഉണ്ടാക്കുന്നു. ആൻഡ് ഗ്രാജുവലി അതുപോലെ പയ്യെ ടേൺസ് അതായത് മാറ്റിയെടുക്കുന്നു ദ ക്രൗഡ് എഗനസ്റ്റ് ദം, ആ ക്രൗഡിനെ, ജനക്കൂട്ടത്തെ ഈ കോൺസ്പിറേറ്റേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എതിരാക്കി മാറ്റിയെടുക്കുന്നു. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. ഓക്കെ, ഹൗ ഡസ് മാർക്ക് ആന്റണി സ്പീച്ച് റിവീൽസ് ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ്? എങ്ങനെയാണ് മാർക്ക് ആന്റണിയുടെ ആ പ്രസംഗം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെയും നമുക്ക് കാട്ടിത്തരുന്നത്? ഓക്കെ, മാർക്ക് ആന്റണിയുടെ പ്രസംഗം റിവീൽസ് അതായത് വെളിപ്പെടുത്തുന്നു ഹിം ആസ് എ ലോയൽ ഫ്രണ്ട് ടു സീസർ, അദ്ദേഹത്തെ ഒരു സീസറിന്റെ ഒരു വളരെ ലോയൽ ആയിട്ടുള്ള, അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനവും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതും, അല്ലെങ്കിൽ കൊളീഗ് ആയിട്ടുള്ള, അസോസിയേറ്റ് ആയിട്ടുള്ള, ഒരു കോംറേഡ് ആയിട്ടുള്ള, ഒരു ഒരിക്കലും പിരിയാനാകാത്ത ഒരു ഫ്രണ്ട് ടു സീസർ, അത് സീസറിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു മിത്രമായിട്ട് കാണിക്കുന്നു. എ ബ്രില്യന്റ് ഒറേറ്റർ, അദ്ദേഹത്തെ രണ്ടാമതായിട്ട് കാണിച്ചു തരുന്ന ഒരു ബ്രില്യന്റ് ഒറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രില്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഴിവുള്ള ഒരു ഒറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാസംഗികനായിട്ട് കാണിക്കുന്നു. ഹു യൂസസ്, അദ്ദേഹം ഉപയോഗിക്കുന്നു അയറണി, അതായത് നേരെ വിപരീത അർത്ഥത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. ആൻഡ് എമോഷൻ, അതുപോലെ തന്നെ ആളുകളുടെ വികാരം, ടു ഇൻഫ്ലുവൻസ് ദ ക്രൗഡ്, ആ ജനത്തിനെ സ്വാധീനിക്കുവാൻ വേണ്ടി അദ്ദേഹം വിപരീത അർത്ഥത്തിലുള്ള പദങ്ങളും അതോടൊപ്പം തന്നെ വികാരത്തെയും ഉപയോഗിക്കുന്നു. ദോ ഹി അപ്പിയേഴ്സ് റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ദ കോൺസ്പിറേറ്റേഴ്സ്, അതായത് അദ്ദേഹം കാണപ്പെടുന്നത് റെസ്പെക്ട്ഫുൾ, ബഹുമാനിക്കുന്നവനായിട്ടാണ്, ടുവേർഡ്സ് ദ കോൺസ്പിറേറ്റേഴ്സ്, അതായത് ആ ഗൂഢാലോചന നടത്തുന്നവരോട് അദ്ദേഹം ബഹുമാനം കാണിക്കുന്നതായിട്ട് നമ്മളുടെ മുൻപിൽ കാണിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ടെങ്കിലും, ഹിസ് ട്രൂ മോട്ടീവ്, അദ്ദേഹത്തിന്റെ ശരിയായ ലക്ഷ്യം, ട്രൂ മോട്ടീവ് ഈസ് ടു അവഞ്ച് സീസേഴ്സ് ഡെത്ത്, ടു അവഞ്ച് അതായത് പ്രതികാരം ചെയ്യുക സീസറിന്റെ ഡെത്ത്, മരണം. ആൻഡ് ടേൺ, അതുപോലെ തന്നെ തിരിക്കുക, പബ്ലിക് ഒപ്പീനിയൻ, ജനത്തിന്റെ അഭിപ്രായം, പൊതുജനത്തിന്റെ അഭിപ്രായം, എഗനസ്റ്റ് ദം, അവർക്ക് എതിരായിട്ട്. ഹിസ് ക്ലവർ യൂസ് ഓഫ് ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ആ ബുദ്ധിപൂർവം അല്ലെങ്കിൽ വൈഭവപൂർവമുള്ള ആ ഭാഷയുടെ ഉപയോഗം, ലാംഗ്വേജ് ഷോസ് കാണിച്ചു തരുന്നു ഹിസ് ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ ബുദ്ധി, കൺവിൻസിങ് പവർ, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കുവാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺവിൻസിങ് പവർ. ആൻഡ്
പൊളിറ്റിക്കൽ അംബീഷൻ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ആ ഒരു രീതിയെയും ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 6ാമത്തെ ചോദ്യമാണ്. വാട്ട് ഇമ്പാക്ട് ഡസ് ആന്റണി സ്പീച്ച് ഹാവ് ഓൺ ദ ക്രൗഡ്? എന്ത് ഇമ്പാക്ട്, സ്വാധീനമാണ് ആന്റണിയുടെ പ്രസംഗം ആ ജനത്തിൽ ഉണ്ടായത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇമ്പാക്ട്, സ്വാധീനം. ഡസ് ആന്റണി സ്പീച്ച്, ആന്റണിയുടെ പ്രസംഗം, ഹാവ് ഓൺ ദ ക്രൗഡ്, ജനത്തിൽ ഉണ്ടായത്. മാർക്ക് ആന്റണിയുടെ പ്രസംഗം ഡീപ്ലി മൂവ്സ്, വളരെയധികം മൂവ് ചെയ്യുന്നു. ദ റോമൻ ക്രൗഡ്, റോമിലുള്ള ജനത്തിൽ. ആൻഡ് ഷിഫ്റ്റ്, അതായത് ഒരു സ്ഥലത്ത് നിന്നും മാറുന്നു. ദെയർ ലോയാലിറ്റി, അവരുടെ ആ ബഹുമാനവും അതുപോലെ തന്നെ അവരുടെ ആ ബന്ധങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആ എന്താന്ന് പറയുന്ന അലിയൻസ്, അല്ലെങ്കിൽ അവരുടെ ആ ഫെയ്ത്ത്ഫുൾനെസ്, അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസം, ഓക്കെ, ലോയാലിറ്റി അവേ ഫ്രം ദ കോൺസ്പിറേറ്റേഴ്സ്, അതായത് ഈ നിഗൂഢമായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് സീസറിനെ കൊല്ലുവാനായിട്ട് ചേർന്നിരിക്കുന്ന ആ ഗൂഢാലോചകരിൽ നിന്നും അവരുടെ ലോയാലിറ്റി അല്ലെങ്കിൽ വിശ്വാസം മാറുന്നു. ഹിസ് എമോഷണൽ വേർഡ്സ്, അദ്ദേഹത്തിന്റെ ആ എമോഷണൽ ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ക്ലവർ യൂസ് ഓഫ് ഐറണി, അതുപോലെ തന്നെ ബുദ്ധിപൂർവമുള്ള ഐറണി, വിപരീത പദങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വിപരീത അർത്ഥത്തിൽ പദങ്ങൾ ഉപയോഗിക്കുന്നത്. മേക്ക് ദ പീപ്പിൾ, ആളുകളെ ക്വസ്റ്റ്യൻ, അതായത് ആളുകളെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട്, ചോദ്യം ചെയ്യുവാനായിട്ട് ആരുടെ, ബ്രൂട്ടസിന്റെ ലക്ഷ്യത്തെ. ആൻഡ് ഫീൽ സിമ്പതി ഫോർ സീസർ, അതുപോലെ തന്നെ സീസറിനോട് സിമ്പതി, അതായത് ദയയും ഉണ്ടാക്കിയെടുത്തു. ഓക്കെ. ആസ് എ റിസൾട്ട് ദ ക്രൗഡ് ബിക്കംസ് ആംഗ്രി ആൻഡ് റിബല്യസ്, അതിന്റെ ഫലമായിട്ട് ദ ക്രൗഡ്, ജനക്കൂട്ടം, ബിക്കം റിബല്യസ്, എന്താണ് ചെയ്യുന്നത്, വിപ്ലവം ഉണ്ടാക്കുന്നവരായിത്തീരുന്നു. അല്ലെങ്കിൽ ക്രൗഡ് എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടായിരുന്ന അവർക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ അവരെ ഡിഫൈൻഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയുവാനായിട്ട് സാധിക്കും, അവര് ഡിസൊബീഡിയന്റ് ആയിത്തീരുന്നു. ആർക്കെതിരായിട്ടാണ്? ഈ ബ്രൂട്ടസിനും കമ്പനിയും പറയുന്നതിന് നേരെ എതിരായിട്ട് അവർ പറയുന്നത് കേൾക്കാത്തവരായിത്തീരുന്നു. റിബല്യസ് ആൻഡ് ടേണിങ് എഗനസ്റ്റ് ദ അസാസിൻസ്, അതായത് എന്നിട്ട് അവർ തിരിയുന്നു ആർക്കെതിരെ? അസാസിൻസ്, അതായത് ആ കൊലപാതകം നടത്തിയവർക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ആ സീസറിനെ കൊന്നവർക്കെതിരായിട്ട് തിരിയുന്നു. ഇനി 7ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. വാട്ട് ആർ ദ ലിറ്റററി ഡിവൈസസ് യു നോട്ടീസ് ഇൻ ദ സ്പീച്ച്? മെൻഷൻ എനി ടു. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം ലിറ്റററി, അതായത് സാഹിത്യപരമായിട്ട് ഭാഷയിലുള്ള ഡിവൈസസ് ആണ് ഈ പ്രസംഗത്തിൽ നോട്ടീസ്, നിങ്ങൾ കണ്ടത്. ഓക്കെ. മെൻഷൻ, എഴുതുക. എനി ടു, 2 എണ്ണം. അപ്പൊ നമ്മൾ ഈ ഭാഷയുടെ ഏതെല്ലാം ലിറ്റററി ഡിവൈസ് ഇവിടെ കണ്ടു എന്ന് 2 എണ്ണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുവാണ്. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഐറണിയാണ്. ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആന്റണി റിപ്പീറ്റഡ്ലി കോൾസ് ബ്രൂട്ടസ് ആസ് ആൻ ഓണറബിൾ മാൻ. അതായത് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ആന്റണി ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പറയുന്നത് ബട്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഓക്കെ, ആൻ ഓണറബിൾ മാൻ എന്ന്. ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബട്ട് ദ മോർ ഹി സേസ്, എത്ര കൂടുതലായിട്ട് ആന്റണി ബ്രൂട്ടസ് ഓണറബിൾ ആണെന്ന് പറയുന്നുവോ, ഇത് പറയുന്നുവോ, ദ മോർ ഇറ്റ് സൗണ്ട്സ് സർക്കാസ്റ്റിക്, അതായത് എത്ര കൂടുതലായിട്ട് ആളുകളുടെ അടുത്ത് ഈ ആന്റണി ബ്രൂട്ടസ് നല്ലവനാണ് എന്ന് പറയുന്നുവോ, അത്രയും ഇത് ഒരു സർക്കാസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ അത് അവനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. സർക്കാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവന്റെ ദോഷത്തെ ഉയർത്തി കാണിക്കുന്നതായിത്തീരുന്നു. ദിസ് ഐറണി ഹെൽപ്സ് ഹിം ടു സബ്സ്റ്റിലി ക്വസ്റ്റ്യൻ. ഈ ഐറണി എന്ത് ചെയ്തിരിക്കുന്നു? ഹെൽപ്പ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സഹായിക്കുന്നു. ഓക്കെ. സബ്സ്റ്റിലി ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ ഫൈനലി എന്ത് ചെയ്യുവാനായിട്ട്? ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുവാനായിട്ട്. ബ്രൂട്ടസ് എന്ന് വെച്ചാൽ ബ്രൂട്ടസിന്റെ ആക്ഷൻസ്, ബ്രൂട്ടസിന്റെ പ്രവൃത്തി. വിത്തൗട്ട് ഓപ്പൺലി അക്യൂസിങ് ഹിം, അദ്ദേഹത്തെ നേരിട്ട് പബ്ലിക്കായിട്ട് മുഖത്ത് നോക്കി കുറ്റം പറയാതെ. അക്യൂസിങ് എന്ന് വെച്ചാൽ കുറ്റം പറയുക. ഹിം, ബ്രൂട്ടസിനെ. അപ്പൊ ബ്രൂട്ടസിനെ നേരിട്ട് കുറ്റം പറയാതെ, ബ്രൂട്ടസ് ഓണറബിൾ, മഹത്വവും നല്ലവനുമായ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബ്രൂട്ടസിന്റെ കുറ്റം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ആളുകളെ കൊണ്ട് ബ്രൂട്ടസിന്റെ ലക്ഷ്യത്തെ എന്ത് ചെയ്യുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ മാർക്ക് ആന്റണിക്ക്, അദ്ദേഹത്തിന് ഇത് പറയിക്കുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഐറണി ഭാഷാ പ്രയോഗമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമതായിട്ട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില ക്വസ്റ്റ്യനുകൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അതൊരു ഭാഷാ ശൈലിയാണ്. ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ഉം, അദ്ദേഹം ജനങ്ങളോടായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ സ്റ്റൈൽ ഹി ആസ് ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്. ഇത് നിങ്ങൾ ഡിഡ് ദിസ് ഇത് അല്ലെങ്കിൽ ഇത് നിങ്ങൾ അല്ലെങ്കിൽ അത് നിങ്ങൾ ഇൻ സീസർ സീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെടുക അംബീഷ്യസ്. അതായത് ഇതുകൊണ്ട് നിങ്ങൾക്ക് സീസറിനെ കാണപ്പെടുന്നത് ഒരു അംബീഷ്യസ് അല്ലെങ്കിൽ എന്താണ് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു സ്വാർത്ഥനായിട്ട് അല്ലെങ്കിൽ റൂത്ത്ലെസ് ദയയില്ലാത്തവനായിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഡിഡ് ദിസ് സീസർ സീം അംബീഷ്യസ് എന്ന് വെച്ചാൽ ഇതിവിടെ നിങ്ങൾ സീസറിനെ സ്വാർത്ഥനായിട്ട് കാണുന്നുണ്ടോ, ദയയില്ലാത്തവനായിട്ട് കാണുന്നുണ്ടോ എന്ന് ഈ മാർക്ക് ആന്റണി ചോദിക്കുന്നുണ്ട്. ആഫ്റ്റർ ലിസണിങ് സീസേഴ്സ് കൈൻഡ് ഡീഡ്സ്, ഇത് പറയുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ലിസ്റ്റിംഗ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സീസറിന്റെ ആ ദയാവ് നിറഞ്ഞ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുൻപിൽ നിരത്തി വെച്ചിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ്, ഡിഡ് ദിസ് സീസർ സീം അംബീഷ്യസ്, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീസർ ഒരു സ്വാർത്ഥനാണ് എന്ന്? ഡീഡ്സ് ദീസ് ക്വസ്റ്റ്യൻസ്, അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, ദീസ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് മെൻ ടു ബി ആൻസേർഡ്. ഈ ക്വസ്റ്റ്യൻ ജനങ്ങൾ എന്താണ് മാർക്ക് ആന്റണിക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. ദേ ആർ യൂസ്ഡ് ടു മേക്ക് ദ ക്രൗഡ് തിങ്ക് ആൻഡ് ഡൗട്ട് ബ്രൂട്ടസ് ക്ലെയിം. അവ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദേ ആർ യൂസ്ഡ്, അവ ഉപയോഗിച്ചിരിക്കുന്നു ടു മേക്ക് ദ ക്രൗഡ്, ആ ജനത്തെ കൊണ്ട് തിങ്ക് ചിന്തിപ്പിക്കാനും ആൻഡ് ഡൗട്ട് സംശയിപ്പിക്കാനും, ആരുടെ? ബ്രൂട്ടസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അത് സംശയിപ്പിക്കുവാനും വേണ്ടിയിട്ട് മാർക്ക് ആന്റണി ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ഡിവൈസ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു സാഹിത്യ ഭാഷയിലുള്ള പ്രയോഗമായിട്ടാണ് ആ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.